ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളൊരു പുതിയ മൊബൈൽ ഫോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ പണി വരാനുള്ള സ്ഥലം എന്ന് പറയുന്നത് വാട്സപ്പ് മാറ്റുന്നതാണ്. പഴയ മൊബൈൽ ഫോണിൽ നിന്ന് പുതിയ മൊബൈൽ ഫോണിലേക്ക് ഡാറ്റ ഫുൾ ട്രാൻസ്ഫർ ചെയ്യൽ ഒരു പണിയാണ്. നോർമലി നമ്മളുടെ പഴയ ഫോണിൽ ബാക്കപ്പ് ചെയ്തിട്ട് പുതിയ ഫോണിൽ ലോഗിൻ ആയിട്ട് ആ ബാക്കപ്പ് എടുക്കലാണ് നോർമലി ചെയ്യാറ്. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ വാട്സപ്പിൽ തന്നെ പുതിയൊരു സെറ്റിങ്സ് ഉണ്ട്. ആ സെറ്റിങ്സ് ഉപയോഗിച്ച് നമുക്ക് നിമിഷ നേരം കൊണ്ട് നമ്മുടെ വാട്സപ്പ് പഴയ മൊബൈലിൽ നിന്ന് പുതിയ മൊബൈലിലേക്ക് മാറ്റാൻ സാധിക്കും വിത്ത് ഓൾ ചാറ്റ്. അപ്പോൾ അതിനായിട്ട് പഴയ ഫോണിൽ വാട്സപ്പ് തുറന്നിട്ട് സെറ്റിങ്സ് എടുക്കുക. അതിൽ ചാറ്റ്സിൽ പോയി കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ചാറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ട്രാൻസ്ഫർ ചാറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുക. അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ഡാറ്റ ഫുള്ള്, അതായത് നിങ്ങൾക്ക് എത്രത്തോളം ഡാറ്റ ഉണ്ട് ആ ഡാറ്റ ഫുള്ള് ലോഡ് ആവും. അപ്പോൾ വാട്സപ്പിലുള്ള ഡാറ്റയുടെ വലുപ്പം അനുസരിച്ച് ഇത് ലോഡ് ആവാൻ എടുക്കുന്ന ടൈം വേരി ചെയ്യും. അപ്പോൾ ഇത് ലോഡായി കഴിയുമ്പോൾ നമുക്കൊരു സ്കാനർ തുറന്നു വരും. അപ്പോൾ ഇനി നിങ്ങളുടെ പുതിയ മൊബൈൽ ഫോണിൽ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ലോഗിൻ ചെയ്യാൻ നോക്കുമ്പോൾ മൊബൈൽ നമ്പർ അടിക്കേണ്ട ടൈമിൽ റൈറ്റ് സൈഡിൽ ഒരു 3 ഡോട്ട് കാണും. ആ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലിങ്ക് ആസ് കമ്പാനിയൻ ഡിവൈസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു QR കോഡ് കിട്ടും. ജസ്റ്റ് പഴയ മൊബൈൽ ഫോണിൽ സ്കാനർ ഉപയോഗിച്ച് ആ ഒരു QR കോഡ് സ്കാൻ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഡാറ്റ ട്രാൻസ്ഫർ ആകും. അപ്പോൾ ആ ഒരു സ്റ്റോറേജ് കപ്പാസിറ്റി എത്രത്തോളം ഡാറ്റ ഉണ്ട് അതനുസരിച്ച് ടൈം എടുക്കുന്നതായിരിക്കും. അത്യാവശ്യം കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇത് ടൈം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ പഴയ മൊബൈൽ ഫോണിലെ ഡാറ്റ പുതിയ മൊബൈൽ ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ഒരു വാട്സപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് പഴയ മൊബൈൽ ഫോണിൽ നിന്ന് പുതിയ മൊബൈൽ ഫോണിലേക്ക് ചാറ്റും ഡാറ്റയും ഫുള്ള് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയതായിട്ട് മൊബൈൽ ഫോൺ എടുക്കാതിരിക്കുന്ന നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഇതൊന്ന് അയച്ചു കൊടുത്തേക്ക്. അതേപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.